globalization, WTO, and foreign trade. The Uruguay Round Agreement and the setting up of the WTO are expected to bring about substantial gains in world trade and increased income from liberalization, improved market access, and greater export opportunities, besides greater productivity of the eroding investment. നമ്മൾ ഈ ഒരു ചെറിയ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ആഗോളവൽക്കരണവും WTOയും അതുപോലെ ഫോറിൻ ട്രേഡും അത് ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയാണ് ബാധിച്ചത്. ഇപ്പോ ഉറുഗ്വേ റൗണ്ട് അഗ്രിമെന്റും അതിനുശേഷമുള്ള WTOയുടെ സ്ഥാപനവും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് വേൾഡ് ട്രേഡിൽ നമ്മെ സംബന്ധിച്ച് കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. അതുപോലെ നമ്മൾ ലിബറലൈസേഷൻ കൊണ്ടുവന്നപ്പോൾ അത് നമ്മുടെ വരുമാന വർധനവിന് കാരണമാകുമെന്നും അതുപോലെ നമ്മുടെ മാർക്കറ്റിന്റെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യപ്പെടും എന്നൊക്കെയാണ്, കൂടുതൽ എക്സ്പോർട്ട് ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ്. എന്നാൽ ഇതൊക്കെ എന്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് കിട്ടിയത്, അതിന്റെ ബെനിഫിറ്റ്സിലേക്ക് പോകാം. It is estimated that the implementation of Uruguay Round Package will add between 213 to 274 billion US dollars annually to world income. According to an estimate, the increase will be in the areas of clothing, agriculture, forestry, and fishing products, and processed food and beverages. According to the government of India, since our country's investing and potential competitiveness lies in these product groups, it is logical to believe that India will obtain large gain in these sectors. ഇപ്പോൾ ഉറുഗ്വേ റൗണ്ട് പാക്കേജ് നടപ്പിലാക്കിയതോടുകൂടി വേൾഡ് ഇൻകത്തിൽ ഏകദേശം 213 മുതൽ 274 ബില്യൺ US ഡോളേഴ്സ് ഓരോ വർഷവും ആഡ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. ഒരു കണക്ക് പ്രകാരം ഈ പ്രധാനപ്പെട്ട വരുമാന വർധന ഉണ്ടാവുന്ന മേഖല എന്ന് പറയുന്നത് വസ്ത്രവും കൃഷിയും ഫോറസ്ട്രി, ഫിഷിംഗ്, അതുപോലെ പ്രോസസ്ഡ് ഫുഡ് ആൻഡ് ബിവറേജസ്, ഈ മേഖലകളിലൊക്കെയാണ്. അപ്പൊ ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ധാരാളമായി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും അതിന്റെ ഉൽപാദന ശേഷി കാര്യമായിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് നമുക്ക് മത്സരക്ഷമതയോടെ പ്രവർത്തിക്കുവാനും അതിലൂടെ വലിയ തോതിലുള്ള വരുമാന വർധന ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. Second point, the passing out of MFA by 2005 will benefit India as the exports of textiles and clothing will increase. അപ്പൊ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ WTO അഗ്രിമെന്റ് വരുന്നതിലൂടെ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസും ക്ലോത്തിങ്ങിന്റെയും എക്സ്പോർട്ട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. The third benefit relates to the improved prosperity from agricultural exports as a result of likely increase in the world prices of agriculture products due to reduction in barriers to trade. മൂന്നാമത് നമ്മൾ നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് കരുതിയ ഒരു മേഖല കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ്. കാരണം അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ മൂവ്മെന്റിലുള്ള ബാരിയേഴ്സ് ഒഴിവാക്കുന്നതിലൂടെ അതിന്റെ വില കാര്യമായി വർദ്ധിക്കാനും അതിലൂടെ ഇന്ത്യക്ക് കാര്യമായി നേട്ടമുണ്ടാക്കാനും കഴിയുമെന്ന് ഇന്ത്യ കരുതുന്നു. The Uruguay Round Agreement has strengthened multilateral rules and disciplines. This is likely to ensure greater security and profitability to the international trading system and thus creates
a more favorable environment for India in the new world economic order. അതുപോലെ അന്തർദേശീയ വിവിധ നിയമങ്ങളും അതുപോലെ നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണകരമായി മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അന്തർദേശീയ ലാഭത്തിന്റെ സാധ്യതകൾ, ട്രേഡിങ്ങിന്റെ സാധ്യതകൾ കൂടുതൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യം ഒരുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ്, the GATT estimates of increase in world trade itself is of dubious value. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വേൾഡ് ട്രേഡ് വാല്യൂ വർദ്ധിക്കാൻ പോകുന്നത് ഏകദേശം 213 മുതൽ 274 ബില്യൺ US ഡോളേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ സംശയത്തിന് നേരിലാണ്. ഏത് കണക്കാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് വന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. Secondly, in the face of a trend till recently of a decline in India's share of the world exports, it is unrealistic to assume that this share will go up from 0.05% to 1%. അപ്പോൾ അടുത്ത കാലത്തുള്ള നമ്മുടെ അന്തർദേശീയ വ്യാപാരത്തിൽ അല്ലെങ്കിൽ വേൾഡ് എക്സ്പോർട്ടിലുള്ള ഇന്ത്യയുടെ ഷെയർ നോക്കുമ്പോൾ അതിന്റെ ട്രെൻഡ് കുറഞ്ഞു വരികയാണ്. ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന WTO വരുന്നതോടുകൂടി നമ്മുടെ എക്സ്പോർട്ട് ഷെയർ വർദ്ധിക്കുമെന്ന് കരുതുന്നതിൽ കാര്യമായ അർത്ഥമൊന്നുമില്ല. തേർഡ്, increase in world trade depends not only on trade liberalization, but a number of other factors like quality consciousness, proper infrastructure for export production, etc. And India suffered from a relative disadvantage in most of these factors. മൂന്നാമതായി പറയുന്ന ഡിസഡ്വാൻറ്റേജ്, ഈ വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡിന്റെ ലിബറലൈസേഷനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള കാര്യമല്ല. ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി, അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ, ഉൽപ്പാദിപ്പിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ഉൽപാദന വർധന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് നമ്മൾ പറയാൻ പോകുന്നത്, a serious defect is that TRIPS, trade related aspects of intellectual property rights, has been made more stringent in the Uruguay round. This has been done to protect the interest of MNCs and the developed countries, as the TRIPS agreement is highly weighted in favor of patent holders. Thus, IPR's protection is anti-competition and anti-liberalization, and it goes against the spirit of opening up the world economy and global integration. Thus, protection of IPR itself is a barrier to trade. എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി, ഈ ട്രേഡ് അഗ്രിമെന്റിലുള്ള സംഗതിയാണ് ട്രിപ്സ് എന്ന് പറയും, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇതിന് വലിയ പ്രാധാന്യം ഉറുഗ്വേ റൗണ്ടിൽ നമ്മൾ കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇത് സ്വാഭാവികമായും മൾട്ടിനാഷണൽ കമ്പനികളുടെയും വികസിത രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടാണ് അത് ഉൾപ്പെടുത്തിയത്. കാരണം എന്താണ്, അത് ഒരുപാട് വെയിറ്റേജ് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് പേറ്റന്റ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച്. യഥാർത്ഥത്തിൽ ഓരോ മേഖലയിലെയും ഉൽപാദനത്തിന്റെ പേറ്റന്റ് ഉള്ളത് ഇതുപോലെയുള്ള വികസിത രാജ്യങ്ങൾക്കും മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ IPRS എന്ന് പറയുന്ന സംഗതിക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ അത് എന്താണ്, നമ്മുടെ കോമ്പറ്റീഷനെയും നമ്മുടെ ലിബറലൈസേഷനെയും നെഗറ്റീവായി അല്ലെങ്കിൽ അതിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമായി മാറി. അതുകൊണ്ട് തന്നെ കാര്യമായ പുരോഗതി ഉണ്ടാക്കുവാനായിട്ട് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്, MNCs എന്ന് പറയും. So MNC is one which undertakes FDI, foreign direct investment. That is, it owns or contracts income generation assets in more than one country and engage in international production.
In the 1970s, MNCs were characterized as something of an evil. MNCs were seen as objects of harm, not instruments for goods. Today, they constitute a powerful force in the world economy. എന്താണ് MNC? മൾട്ടിനാഷണൽ കമ്പനീസ്. ഒന്നിലധികം രാജ്യങ്ങളിൽ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങളെയാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് പറയുന്നത്. അവർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത്. 70കളിൽ നമ്മൾ MNCയെ കണ്ടത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു ഈവിൾ ആയിട്ടാണ് കണ്ടത്. കാരണം ആ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒന്നായിട്ട് കണ്ടു. അത് ഏത് രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ ഇക്കോണമിക്ക് ഹാംഫുൾ ആണെന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് നമുക്കറിയാം വേൾഡ് ട്രേഡിൽ വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് നമ്മുടെ MNCs എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് കേസ് ഫോർ MNCs. ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് MNCs. MNCs അനുകൂലമായിട്ടുള്ള വാദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First one, as a result of MNCs operations, there is a chance for initiation. This will lead to adoption of new production methods and management practices. ഒരു രാജ്യത്ത് MNCs മൾട്ടിനാഷണൽ കമ്പനീസ് പ്രവർത്തിക്കുന്നതിലൂടെ ആ രാജ്യത്തെ സംരംഭകരെ സംബന്ധിച്ച് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു ഊർജം അവർക്ക് ലഭിക്കും. അപ്പൊ പുത്തൻ സാങ്കേതിക വിദ്യയും മാനേജ്മെന്റ് പ്രാക്ടീസസും അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രേരക ശക്തിയായി MNCs മാറുമെന്നാണ് അതിന് അനുകൂലമായി വാദിക്കുന്നവരുടെ ഒരു വാദം. മറ്റൊന്ന്, അനദർ ബെനിഫിറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് കോംപ്ലിമെന്ററി ലേബർ. There will be more chances for skill acquisition in the new environment. ഇത്തരത്തിലുള്ള MNCs വരുമ്പോൾ ലേബറിനെ സംബന്ധിച്ച് കൂടുതൽ നൈപുണ്യം ആർജിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലാളികൾക്ക് കൂടുതൽ നൈപുണ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തേർഡ് വൺ, the entry of MNCs help to remove technological inefficiency. New technologies enter into the field with greater speed. ഇപ്പോൾ MNCs ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്നതിലൂടെ ആ രാജ്യത്തെ സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന പോരായ്മകൾ പരിഹരിക്കാൻ സാധിക്കും. കാരണം MNCs വരുന്നതിലൂടെ അവരുടെ കൂടെ തന്നെ എന്തുമുണ്ട്, പുതിയ ടെക്നോളജി കൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. Fourth one, entry of MNCs help the Indian economy to solve the problem of capital deficiency. ഇന്ത്യൻ സമ്പത്തിയെ സംബന്ധിച്ച് നമ്മുടെ മൂലധനത്തിന്റെ അപര്യാപ്തത നമുക്ക് പരിഹരിക്കുവാനായിട്ട് MNCs വരുന്നതിലൂടെ സാധിക്കും. കാരണം ധാരാളമായ വിദേശ നിക്ഷേപം അവർ കൊണ്ടുവരുന്നുണ്ട്. Fifth one, new sophisticated technology and other technologies which are not available in our country are easily entered in our economy without any hurdles. ഇപ്പൊ നമ്മുടെ ആധുനിക അല്ലെങ്കിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്ത് എത്തുവാനും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പ്രവേശിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ മേഖലകളിലും നമുക്ക് പുതിയ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മറ്റൊന്ന്, മാർക്കറ്റിംഗ് സിസ്റ്റം ഓൾസോ ചേഞ്ച്ഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ന്യൂ മാർക്കറ്റിംഗ് സിസ്റ്റം ആർ ദർ. അപ്പൊ നമ്മുടെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് സിസ്റ്റവും മാറുകയും അതിലൂടെ കൂടുതൽ മാർക്കറ്റുകൾ അത് തുറന്നു കിട്ടുകയും ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അവസാനമായി, MNCs may increase exports and create positive BOP effects. MNCs വരുന്നതിലൂടെ നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിക്കാനും അതിലൂടെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പ്രോബ്ലം മറികടക്കാൻ നമുക്ക് സാധിക്കും. A recent study concludes that in today's world of global capitalism, foreign investment is the only instrument that can reduce the inequalities between nations. രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, അസമത്വം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമായി കാണുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ആർഗ്യുമെന്റ്സ് അഗൻസ്റ്റ് MNCs. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എതിരെയുള്ള വാദഗതികൾ എന്തെല്ലാമാണ്? In actual operations, in the past half of a century, the experience of UDCs and MNCs, UDCs with MNCs has been none too happy. എന്നാൽ
ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയെ സംബന്ധിച്ച് അവികസിത രാജ്യങ്ങളും അവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രവർത്തനവും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല അത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോരായ്മകൾ. റിഗാർഡിംഗ് ക്യാപിറ്റൽ, there is significant net inflow. The MNCs raise most of the investment capital in domestic capital market. നമ്മൾ പറഞ്ഞു MNCs വരുന്നതിലൂടെ വിദേശ നിക്ഷേപം നമുക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും അവരോട് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വിദേശ മൂലധനം വരാനുള്ള സാധ്യത കുറവാണ്. Next, there are some problems associated with advanced technology, and updating problems arise with technological support also. നമ്മൾ പറഞ്ഞു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. നൂതനമായ സാങ്കേതികവിദ്യ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ശരിയാണ്. പക്ഷേ അവ വരുമ്പോൾ അവയെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവയ്ക്ക് സർവീസ് ഒക്കെ ആവശ്യമായി വരുമ്പോൾ നാം മറ്റു പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. അവിടെ അപ്ഡേറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാകും. അവിടെ നമുക്ക് ടെക്നോളജിക്കൽ സപ്പോർട്ട് ആവശ്യമായി വരും. അത് ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. അവസാനമായി എൻട്രി ഓഫ് MNCs ലീഡ് ടു ഹയർ ഇമ്പോർട്ട് പ്രൊപ്പൻസിറ്റി ദാൻ ഡൊമസ്റ്റിക് കമ്പനീസ്. പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനീസ് വരുമ്പോൾ രാജ്യത്തെ ഇമ്പോർട്ട് വർദ്ധിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്, ഇമ്പോർട്ട് കുറയുന്ന പ്രവണതയല്ല. ഇതൊക്കെയാണ് അതിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഓക്കെ, താങ്ക് യു.